അന്നക്കുട്ടിക്ക് നമ്മൾ ലഞ്ചിൽ നിന്ന് കൊടുത്തു വിടുന്നത് ബിരിയാണി റൈസാണ്. അപ്പോൾ നമ്മൾ അന്നക്കുട്ടിക്ക് മാത്രമുള്ള അരിയാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് നമ്മൾ ഏലക്കയും നുള്ളുപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ വഴറ്റിയെടുക്കാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് ചൂടായതിന് ശേഷം മുന്തിരിങ്ങ ഇട്ട് കൊടുക്കും. സാധാരണ നമ്മൾ ക്യാഷ്യൂ ഒക്കെ ഇട്ട് കൊടുക്കും. അന്നക്കുട്ടിക്കാണെങ്കിൽ ക്യാഷ്യൂ ഒന്നും ഇഷ്ടമല്ല, എടുത്ത് പറക്കി മാറ്റും. അതുകൊണ്ട് മുന്തിരിങ്ങ മാത്രമേ ഇന്ന് നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മുന്തിരിങ്ങ പൊങ്ങി വന്നതിന് ശേഷം നമ്മളത് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി വെജിറ്റബിളും കൂടെ വഴറ്റിയെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചോറ് റെഡിയായിട്ടുണ്ട്. നമുക്കത് റെഡിയാക്കിയെടുക്കാം. നമ്മൾ റൈസിനെടുക്കുന്ന വെജിറ്റബിൾ ക്യാരറ്റും ബീൻസുമാണ്. നമ്മളിപ്പം ചെറിയൊരു ക്യാരറ്റും ഒരു ബീൻസുമാണ് നമ്മളെടുത്തേക്കുന്നത്. നമ്മൾ വഴറ്റുന്നത് നെയ്ക്കകത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു ഫ്ലേവറിന് നമ്മൾ ഒരു മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കും, നുള്ളുപ്പ് ഇട്ട് കൊടുക്കും. ഓൾറെഡി നമ്മൾ ചോറ് വേവിക്കാൻ നേരം ഉപ്പിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ നുള്ളുപ്പിട്ട് കൊടുത്താൽ മതി. ഒന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ചോറിനകത്തോട്ട് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ്റെ ഗ്രേവി ഇട്ടാണ് അന്നക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഇന്ന് നമ്മൾ എഗ്ഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്.